ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് വർക്ക് ഫ്ലോ ആണ്. ഈ വർക്ക് ഫ്ലോ ആണ് ഏറ്റവും വലിയ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്, വർക്ക് ഫ്ലോ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് വളരെയധികം യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും വർക്ക് ഫ്ലോ സെറ്റ് ആവുന്നത്. വർക്ക് ഫ്ലോ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ബിസിനസ്സിന് കസ്റ്റമർ ഡീറ്റെയിൽസ് ഇൻട്രാക്ട് ചെയ്തിട്ട് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാനും അവർക്ക് വേണ്ട എന്ത് ഇൻഫർമേഷൻ കൊടുക്കാനും നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. ഓട്ടോമാറ്റിക് റീപ്ലൈ സെറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമേഷൻ നിങ്ങളുടെ വാട്സപ്പിൻ്റെ കംപ്ലീറ്റ് ഓട്ടോമേഷൻ ഇത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് വർക്ക് ഫ്ലോ ആണ്. വർക്ക് ഫ്ലോയിൽ വന്നിട്ട് ശേഷം ക്രിയേറ്റ് വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്യുക. വർക്ക് ഫ്ലോക്ക് ഒരു പേര് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാമ്പിൾ വർക്ക് ഫ്ലോ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ക്രിയേറ്റ് അടിക്കുന്നു. ഇതാണ് വർക്ക് ഫ്ലോൻ്റെ ഡാഷ്ബോർഡ്. ഇതാണ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമറായിട്ട് എന്താണ് ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഡ്രാഫ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യണം. അതിനുശേഷം സേവ് അടിക്കുക. ഇനി നമുക്കിവിടെ 4 ട്രിഗേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഓൺ മെസ്സേജ്, രണ്ടാമത് ഓൺ ന്യൂ റോ ഗൂഗിൾ ഷീറ്റ്, അതുപോലെ ഫേസ്ബുക്ക് ലീഡ്, പിന്നെ ന്യൂ കോൺടാക്ട്സ്. ഇതെന്ന് വെച്ചാൽ 4 ഡിഫറെൻറ്റ് ട്രിഗേഴ്സാണ്. അതായത് ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ എന്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റീപ്ലൈ പോകണം എന്നുള്ളതാണ് സെറ്റ് ചെയ്യുന്നത്. രണ്ടാമത് ഗൂഗിൾ ഷീറ്റിൽ ഒരു റോ വന്ന് ഗൂഗിൾ ഷീറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റിൽ ഒരു കസ്റ്റമർ നമ്പർ ടൈപ്പ് ചെയ്ത് അവരുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിലോട്ട് ഓട്ടോമാറ്റിക് മെസ്സേജ് പോകുന്ന സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഫേസ്ബുക്ക് ലീഡ്, ഫേസ്ബുക്കിൽ കസ്റ്റമർ ലീഡ് ഫോം ജനറേറ്റ് ചെയ്ത് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിന് കസ്റ്റമറിലോട്ട് ഒരു ടെംപ്ലേറ്റ് മെസ്സേജ് അയക്കാൻ പറ്റും. അതുപോലെ നമ്മൾ മാനുവലായിട്ട് ഒരു കസ്റ്റമർ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലൈ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ 4 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കസ്റ്റമർ ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ എന്ത് റീപ്ലൈ പോകണം എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഓൺ മെസ്സേജ് എന്നുള്ളത് ട്രാഗ് ചെയ്യുന്നു. ഓക്കെ, ട്രാഗ് ചെയ്തതിനു ശേഷം ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്പർ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ബോട്ട് നമ്പർ സെലക്ട് ചെയ്യുന്നിടത്ത് സെലക്ട് ചെയ്യുന്നതിന് ശേഷം സെലക്ട് ചെയ്യാൻ എൻ്റർ അടിക്കണം. എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് നമ്പർ സെലക്ട് ചെയ്യും. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് കസ്റ്റമർ നമുക്ക് ഹായ് എന്ന് അയക്കുന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനാണ്, ഹായ് എന്നുള്ളൊരു കണ്ടീഷനാണ്. ഹായ് എന്ന് അയച്ചാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നുകിൽ നമ്മൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ സെൻഡ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട മെസ്സേജ് കസ്റ്റമറിലോട്ട് റീപ്ലൈ പോകുന്ന രീതിയാണ്. ഓക്കെ, സെൻഡ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ശേഷം 2 മെസ്സേജും നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും കസ്റ്റമർ എന്ത് മെസ്സേജ് നമ്മൾ അക്കൗണ്ട് നമ്പറിലോട്ട് അയച്ചു കഴിഞ്ഞാലും ഈ ഹലോ പോകുന്ന രീതിയാണ്. അതായത് നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ മറ്റു നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതായത് എന്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കസ്റ്റമറുടെ റീപ്ലൈ പോകുന്നത് ഹലോ എന്നായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ യൂസ്ഫുൾ ആവും. നമുക്ക് വേണ്ടത് ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ റീപ്ലൈ പോയതെങ്കിൽ നമ്മുടെ കണ്ടീഷൻ കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഡിലീറ്റ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻസ് കൊടുക്കുന്നു. കണ്ടീഷൻസ് എൻ്റർ ചെയ്യുന്നു. 2 മെസ്സേജ് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് മെസ്സേജ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വേരിയബിൾ എന്നുള്ള കൊടുത്ത് ഓൺ മെസ്സേജ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം മെസ്സേജ് എന്നുള്ള ഭാഗം എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അത് ഈക്വൽ ആണെങ്കിൽ എന്നുള്ള കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്നത്. ഈക്വൽ ആണെങ്കിൽ ഓക്കെ, ഈക്വൽ ആണെങ്കിൽ എന്ത് ഹായ് എന്നുള്ളത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഹായ് നമ്മൾ ട്രൂ അതുപോലെ ഫോൾസ് ഉണ്ട്. നമുക്ക് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പോകണമെന്നുള്ള നമുക്ക് രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഹായ് എന്നാണെങ്കിൽ ഒരു മെസ്സേജ് കൊണ്ട് ട്രാങ്ക് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഈ 2 മെസ്സേജ് നമ്മൾ അതായത് ട്രൂ ആണെങ്കിൽ നമുക്ക് ഇത് നമ്മൾ കണക്ട് ചെയ്യണം. ഹലോ എന്നുള്ള റീപ്ലൈ പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഹലോ എന്ന് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ നമ്പറിലോട്ട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒരാൾ ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ
ഹലോ എന്ന് ഓട്ടോമാറ്റിക് റിപ്ലൈ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് അല്ലാണ്ട് നമുക്ക് ബട്ടൺ വെച്ചിട്ടും അതുപോലെ നമുക്ക് ഒരാൾ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ വെച്ചിട്ട് മെസ്സേജ് അയക്കാം, ഇമേജ് കൊടുക്കാം, അതുപോലെ വീഡിയോ കൊടുക്കാം, ഡോക്യുമെൻറ്റ്സ് കൊടുക്കാം, ഓഡിയോ കൊടുക്കാം. ഇൻട്രാക്റ്റീവ് ആയിട്ട് ബട്ടൺ വെച്ചിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ, ഇൻട്രാക്റ്റീവ് മെസ്സേജ് അയക്കാൻ നമുക്ക് ഇൻട്രാക്റ്റീവ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബട്ടൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബട്ടണിന് ടെക്സ്റ്റ് ഇമേജ് ഒന്ന് കൊടുക്കാം. ഇമേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇമേജിന് URL നിർബന്ധമാണ്. അപ്പം ഇമേജ് URL നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിസിലിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കൂടി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറി എന്ന ഓപ്ഷൻസ് ഉണ്ട്, അവൈലബിൾ ആണ്. ഗാലറിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ഫയൽ അടിച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ നമുക്ക് 3 ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം URL കോപ്പി ചെയ്യാൻ പറ്റും. ആ URL ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. പേസ്റ്റ് അടിക്കുക. പേസ്റ്റ് അടിച്ച ടെസ്റ്റും കാര്യങ്ങളും എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. എന്താണ് കസ്റ്റമർക്ക് റിപ്ലൈ പോകേണ്ട മെസ്സേജ് അത് സെറ്റ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ബട്ടൺസ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ബട്ടൺസ് കൊടുക്കേണ്ടത് 3 ബട്ടൺസ് ആയിരിക്കും ഓരോ ടൈമിൽ അവൈലബിൾ ആവുക. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് മെസ്സേജ് അയക്കേണ്ടി വരും. ബട്ടൺസാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഇരിക്കുന്ന അവർ സർവീസ്, കോണ്ടാക്ട് നൗ, നോട്ട് ഇൻട്രസ്റ്റഡ്. എന്താണ് നമ്മൾ ബിസിനസ്സിന് ആവശ്യമുള്ളത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം തന്നെ ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. അതിന് ശേഷം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർ സർവീസ് എന്നൊരു കസ്റ്റമർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് റിപ്ലൈ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യുക, ടെംപ്ലേറ്റ് മെസ്സേജ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടെംപ്ലേറ്റ് മെസ്സേജ് യൂട്ടിലിറ്റി ചെയ്യും, അതുപോലെ മാർക്കറ്റ് മെസ്സേജ് ടെംപ്ലേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനിയെങ്കിൽ സെൻഡ് മെസ്സേജ് ആണെങ്കിൽ ഉദ്ദേശിക്കുന്നെങ്കിൽ മെസ്സേജ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവർ സർവീസ് എന്ന് ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട മെസ്സേജ് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ള് എൻ്റർ ചെയ്യാൻ പറ്റും. ഫുൾ എൻ്റർ ചെയ്യുക. അതുപോലെ നമുക്ക് കോൺടാക്ട്സ് ആണ് കസ്റ്റമർ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ 2 മെസ്സേജ് നമ്മൾ കണക്ട് ചെയ്തതിനു ശേഷം കോൺടാക്ട് നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നോട്ട് ഇൻട്രസ്റ്റഡ് ആണ് കസ്റ്റമർ പറയുന്നെങ്കിൽ അതുപോലെ തന്നെ മെസ്സേജ് വരുന്ന ഡ്രാഗ് ചെയ്യുക, അതിനുശേഷം 2 കണക്ട് ചെയ്യുക. എങ്കിൽ നമുക്ക് എന്താണ് മെസ്സേജ് അയക്കേണ്ടത് വെച്ചാൽ ആ മെസ്സേജ് അയക്കുക. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എത്ര ചാറ്റ് ബോട്ട് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ ഏത് കസ്റ്റമറെ കൊണ്ടുവരണം, ഏത് രീതിയിലോട്ട് കസ്റ്റമറെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം സേവ് അടിച്ച് കഴിഞ്ഞാൽ മെസ്സേജ് വർക്ക് ആവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്തൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സംശയം ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനു മുമ്പ് ചെയ്ത ജസ്റ്റ് ഫേസ്ബുക്ക് ആഡിൻ്റെ ഒന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അത് ഞാൻ നേരത്തെ ഞാൻ ഡ്രാഫ്റ്റിലോട്ട് മാറ്റുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു വെച്ച ഫയലാണത്. ഫേസ്ബുക്ക് ആഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിപ്ലൈ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെസ്സേജിൻ്റെ നമ്പർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടീഷൻസ് കൊടുത്ത് മൾട്ടിപ്പിൾ കണ്ടീഷൻസാണ് കൊടുത്തത്. നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് കൊടുത്തത് നമുക്ക് ക്യാൻ ഐ മോർ എന്നുള്ള രീതിയിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഹലോ ക്യാൻ ഐ മോർ എന്നുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞാലും റിപ്ലൈ പോകണം, സെയിം മെസ്സേജ്. അതുപോലെ മോർ ഡീറ്റെയിൽസ് എന്ന് ഒരാൾ കസ്റ്റമർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും സെയിം മെസ്സേജ് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വെൽക്കം ടു നിങ്ങൾ മെസ്സേജ് അയച്ച പോലെ വെൽക്കം ടു ബിസിലിയുടെ എന്ന രീതിയിൽ മെസ്സേജ് വന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ബട്ടണായിട്ടുള്ള മെസ്സേജ് വന്നു. എന്താണ് വാട്സപ്പ് API എന്നുള്ള അറിയാമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നു. അതിൽ ഉണ്ടെന്ന് അറിയുന്നവർക്ക് ഒരു മെസ്സേജും അറിയാത്തവർക്ക് ഒരു മെസ്സേജ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ,
അതിന് ശേഷം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കൊടുത്തു. എന്താണ് പിന്നെ വാട്സപ്പ് API എന്നുള്ളതും അതുപോലെ വാട്സപ്പ് നമ്മുടെ BCലിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതും കാര്യങ്ങളെല്ലാം മെസ്സേജ് കസ്റ്റമർക്ക് കൊടുത്തു. അവർ ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ നമുക്ക് ഒരു ബട്ടൺസ് വേറെ കൊടുത്തിട്ട് ഇൻട്രസ്റ്റഡ്, നോട്ട് ഇൻട്രസ്റ്റഡ്, കോൺടാക്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്ത് പോകണം, നോട്ട് ഇൻട്രസ്റ്റഡ് ആണ് എന്ത് പോകണം, കോൺടാക്ട്സ് ആണെങ്കിൽ എന്ത് പോകണം എന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചു. ഇതെല്ലാം രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് സേവ് അടിച്ചത്. അപ്പോൾ സേവ് അടിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർക്ക് ഫ്ലോ ആയിട്ട് കസ്റ്റമർക്ക് ആ രീതിയിൽ നമ്മൾ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കസ്റ്റമർക്ക് ഓൺ ദ സ്പോട്ടിന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജുകൾ ഓൺ ദ സ്പോട്ടിന് അയക്കാൻ പറ്റും. അതൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി സിമ്പിളാണ് ക്ലോസ് ചെയ്യാൻ. കാരണം കസ്റ്റമർക്ക് ഏകദേശം ഒരു ബേസിക് ഐഡിയാസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന് ബെനിഫിറ്റ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വർക്ക് ഫ്ലോയിൽ വരുന്നത്. നമുക്ക് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.